നമസ്കാരം. ഏറെക്കുറെ തോൽവി ഉറപ്പായിരുന്നെങ്കിലും ഇത്രയും ഭയാനകമായ ഒരു പരാജയം CPIM സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അവസാന നിമിഷം വരെ പിണറായി വിജയനും കൂട്ടരും 72 സീറ്റെങ്കിലും കിട്ടും എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു. CPIM-ഉം BJP-യും തമ്മിലുള്ള ഡീൽ എന്ന ആരോപണം ഉയർന്നപ്പോഴും CPIM ഭയന്നിരുന്നത് BJP-യെ തന്നെയാണ്. BJP-യുടെ സ്ട്രാറ്റജി തികച്ചും വ്യത്യസ്തമായിരുന്നു. കോൺഗ്രസ് ആണ് മുഖ്യ ശത്രു. അതുകൊണ്ട് തന്നെ CPIM സർക്കാർ വീണ്ടും ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, അവർ ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കട്ടെ, കോൺഗ്രസ് തോൽക്കട്ടെ എന്നതായിരുന്നു. CPIM ആ തന്ത്രത്തിന്റെ ഗുണഭോക്താക്കളാവാൻ ശ്രമിച്ചെങ്കിലും BJP-യുടെ അക്കൗണ്ട് പൂട്ടിക്കണം എന്നവർക്ക് നിശ്ചയമായിരുന്നു. 2021 നേമത്ത് BJP-യെ കെട്ടുകെട്ടിച്ചത് CPIM-ന്റെ ഈ വാശിയുടെ ഭാഗമായിരുന്നു. കാരണം CPIM-നെ നന്നായി അറിയാം അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നത് BJP-യുടെ വളർച്ചയാണെന്ന്. ഇക്കുറി പക്ഷേ അനിവാര്യമായ BJP-യുടെ കടന്നുകയറ്റം തടയാൻ CPIM-ന് കഴിഞ്ഞില്ല. BJP ഒരു സീറ്റ് പിടിച്ചാൽ പോലും അത് അപകടമാണെന്ന് CPIM-ന് അറിയാവുന്നതുകൊണ്ടാണ് BJP-യുടെ മേൽ ആക്രമണം നടത്താതെ BJP-യുടെ ഹിന്ദുത്വ ലൈൻ CPIM-ഉം ഏറ്റെടുത്തത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കിട്ടിയപ്പോൾ CPIM തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യം ന്യൂനപക്ഷ വോട്ടുകളെ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളെ ആശ്രയിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നതാണ്. മോദിയോടുള്ള വിരോധം മൂലം അവർ പിണറായിയെ പിന്തുണച്ചെങ്കിലും ആ ഇക്വേഷൻ നഷ്ടപ്പെട്ടതോടെ ന്യൂനപക്ഷ വോട്ടുകൾ ഒലിച്ചുപോയെന്ന് തിരിച്ചറിഞ്ഞ CPIM അവരുടെ അടിസ്ഥാന വോട്ടുകൾ തിരിച്ചു പിടിക്കാനാണ് BJP-യെ കടത്തിവെട്ടുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം എടുത്തു പ്രയോഗിച്ചത്. വെള്ളാപ്പള്ളി നടേശനെ സ്പോൺസർ ചെയ്ത് നാടുനീളെ ലീഗിനെതിരെയും മുസ്ലിം സമുദായത്തിനെതിരെയും പ്രസംഗങ്ങൾ നടത്തി അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാനായിരുന്നു CPIM ശ്രമിച്ചത്. മലപ്പുറത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ പരസ്യം കൊടുത്തും ഹിന്ദു അടിത്തറ വിപുലപ്പെടുത്താൻ ശ്രമിച്ചു. CPIM തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യം മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ലഭിക്കുകയുമില്ല, ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ വോട്ട് നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നതായിരുന്നു. അതിനുവേണ്ടി ശബരിമല അയ്യപ്പ സംഗമം അടക്കം ഒരുപാട് പ്രതിക്രിയകൾ ചെയ്തു. ഇടഞ്ഞു നിന്നിരുന്ന NSS നേതാവ് സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളിയെയും കൂട്ടിയോജിപ്പിച്ചു. പക്ഷെ ഭഗവാൻ അയ്യപ്പൻ ഈ തന്ത്രം തിരിച്ചറിഞ്ഞു. പിണറായി ഈ തട്ടിപ്പിലൂടെ ഹിന്ദു വിശ്വാസികളെ കബളിപ്പിച്ച് വീണ്ടും അധികാരത്തിൽ ഏറരുതെന്ന് ഭഗവാൻ തീരുമാനിച്ചപ്പോഴാണ് അയ്യപ്പനെ മോഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ പുറത്തേക്ക് വന്നത്. ഇതിന്റെ ഒടുവിലാണ് ഇപ്പോഴത്തെ ഈ നാണം കെട്ട തോൽവി പ്രതീക്ഷിച്ചെങ്കിലും ഇത്രയും നാണം കെട്ട ഒരു തോൽവി CPIM പ്രതീക്ഷിച്ചേയില്ല. ഇനി എന്ത് സംഭവിക്കും എന്നത് CPIM-ന്റെ ഉറക്കം കെടുത്തുകയാണ്. പാർട്ടി സെക്രട്ടറി ആയിരുന്ന ചടയൻ ഗോവിന്ദൻ അന്തരിച്ചപ്പോൾ നയനർ മന്ത്രിസഭയിലെ വൈദ്യുതി മന്ത്രി പദവി രാജിവെച്ച് പാർട്ടി സെക്രട്ടറിയായി ചുമതലയേറ്റ് പാർട്ടി പിടിച്ചെടുത്ത് ചക്രവർത്തിയെ പോലെ മുമ്പോട്ട് പോവുകയായിരുന്നു പിണറായി വിജയൻ. പിണറായി വിജയന്റെ ധൃതരാഷ്ട്രാലിംഗനത്തിൽ CPIM എന്ന രാഷ്ട്രീയ പാർട്ടി അടപടലം ഇല്ലാതായി. പാർട്ടി എന്നാൽ പിണറായി എന്ന അവസ്ഥയിലേക്ക് മാറി. പിണറായിക്ക് വഴങ്ങുന്ന പാർട്ടി സെക്രട്ടറിമാർ മാത്രം മാറി മാറി വന്നു. കോടിയേരി ബാലകൃഷ്ണന് ശേഷം പല സീനിയേഴ്സിനെയും മറികടന്ന് MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതുപോലും പിണറായി പറഞ്ഞാൽ കേൾക്കും എന്ന് വിശ്വസിച്ചാണ്. പാർട്ടിക്കുള്ളിൽ പിണറായിക്കെതിരെ അതൃപ്തി രൂപപ്പെട്ടെങ്കിലും അത് പുറത്തേക്ക് വരാൻ ആരെയും അനുവദിച്ചില്ല. ഒടുവിൽ ഇപ്പോൾ ഇത്രയും വലിയൊരു തിരിച്ചടി കിട്ടുമ്പോൾ പിണറായി മൗനത്തിന്റെ വാത്മീകത്തിലേക്ക് പിന്മാറുമ്പോൾ പാർട്ടിയിൽ ആഭ്യന്തര കലാപം ഉണ്ടാവുമെന്ന് തീർച്ച. തോമസ് ഐസക്കിനെ പോലെയുള്ള ബുദ്ധിജീവികൾ, M സ്വരാജിനെ പോലെയുള്ള ചതുരവടിവുകാർ ഒക്കെ അവസരം മുതലെടുക്കാൻ രംഗത്തെത്തും. ഇരുവരും ഈ തോൽവിയുടെ ഭാഗം അല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് പാർട്ടിയിൽ പിടിമുറുക്കാൻ അവസരമൊരുങ്ങും. അതേസമയം പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പാർട്ടിയിൽ പിടിമുറുക്കാനുള്ള നീക്കം MV ഗോവിന്ദൻ മറുവശത്ത് നടത്തും. P രാജീവിനെയും KN ബാലഗോപാലിനെയും പോലെയുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരിക്കും. അങ്ങനെ CPIM-നുള്ളിലെ ആഭ്യന്തര കലാപം ശക്തിപ്പെടുകയും വലിയ മാറ്റങ്ങൾക്ക് ഇത് വഴിതെളിക്കുകയും ചെയ്യാം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ശൈലജ ടീച്ചറെ രംഗത്തിറക്കി പാർട്ടിയെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കവും നടക്കാതിരിക്കില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിയന്തരമായി ചെയ്തില്ലെങ്കിൽ CPIM-നെ കാത്തിരിക്കുന്നത് ബംഗാളിലെ ദുരനുഭവമാകും. കൃത്യം 20 വർഷം മുമ്പ്, അതായത് 2006 CPIM നേതൃത്വം കൊടുക്കുന്ന LDF ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നേതൃത്വത്തിൽ ബംഗാളിൽ അധികാരത്തിലെത്തിയത്. ആകെയുള്ള 297 സീറ്റിൽ 234 സീറ്റുകളും LDF-നായിരുന്നു. പക്ഷെ 5 വർഷം കഴിഞ്ഞ് 2011 ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ CPIM അധികാരത്തിന് പുറത്തായി. 40% വോട്ട് നേടിയെങ്കിലും കേവലം 62 സീറ്റിൽ CPIM ഒതുങ്ങുന്നു. 2014 ആയപ്പോഴേക്കും LDF-ന്റെ വോട്ടിംഗ് ശതമാനം 23% കുറയുകയും സീറ്റുകളുടെ എണ്ണം 32 ചുരുങ്ങുകയും ചെയ്തു.
2021 ഒരൊറ്റ സീറ്റ് പോലും നേടാതെ CPIM നിഷ്കാസിതരായി. ഇതിന്റെ ആവർത്തനമാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നും ഇടതുമുന്നണിയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം കിട്ടി 2021 അധികാരത്തിലെത്തിയ CPM അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും പേരിൽ ഭരണം കളഞ്ഞു കുളിച്ചെന്നും ഇനി വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പോടെ CPIM സംപൂജ്യരാകുമെന്നും ആശങ്കപ്പെടുന്നവർ ഏറെയുണ്ട്. ഈ സാഹചര്യത്തിൽ ബംഗാളിൽ സംഭവിച്ചതുപോലെ അഭയം തേടാൻ ഒരു തൃണമൂൽ കോൺഗ്രസ് ഇവിടെ ഇല്ലാത്തതിനാൽ നേരെ സഖാക്കൾ പോകുന്നത് BJPയിലേക്കാവും. ബംഗാളിൽ കട്ടയ്ക്ക് നിൽക്കാൻ ഒരു മമതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സഖാക്കൾ ആദ്യം പോയത് മമതയുടെ കൂടാരത്തിലേക്കാണ്. അവിടെ നിന്ന് പടിപടിയായി അവർ BJPയിലേക്ക് ചേക്കേറിയത് കൊണ്ടാണ് BJP ബംഗാളിൽ ഇപ്പോൾ ചരിത്ര നേട്ടം കൈവരിച്ചത്. എന്നാൽ കേരളത്തിൽ അതിനുള്ള അവസരമില്ല. അവർ നേരെ പോകുന്നത് BJPയിലേക്കാവും. CPMന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായ ഈഴവ തീയ വോട്ടർമാർ ഇതിനോടകം BJPക്ക് അനുകൂലമായി തിരിഞ്ഞു തുടങ്ങിയിരുന്നു. പിടിച്ചു നിർത്താൻ നടത്തിയ ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല എന്നതിന് തെളിവാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലം. അതുകൊണ്ട് തന്നെ അതിവേഗമായിരിക്കും CPMന്റെ കോർ വോട്ട് ബാങ്കിൽ നിന്നും BJPയിലേക്ക് ഷിഫ്റ്റ് ഉണ്ടാവുക. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും CPMന് വലിയ തിരിച്ചടി ഉണ്ടായപ്പോൾ തന്നെ CPMൽ നിന്നും BJPയിലേക്ക് ഒഴുക്ക് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ആ ഒഴുക്ക് ഇനി ശക്തി കൂടി വലിയ പ്രവാഹമായി മാറും. CPMന്റെ പല പ്രാദേശിക ഓഫീസുകളും ചെഗുവരയുടെ ചിത്രം മാറ്റി സവർക്കറെ പ്രതിഷ്ഠിച്ച് ചെങ്കൊടി കാവിക്കൊടിയാക്കി മാറ്റും. ഇനി വരാൻ പോകുന്ന 5 വർഷം കേരളത്തിൽ നടക്കാൻ പോകുന്നത് ചെങ്കൊടി പാറുന്ന CPM ഓഫീസുകളിൽ പലതും കാവിക്കൊടി പാറുന്ന BJP ഓഫീസുകളായി മാറുമെന്നതാണ്. ചെഗുവരയുടെ ചിത്രത്തിന് പകരം സവർക്കറുടെയോ ശിവാജിയുടെയോ ചിത്രങ്ങൾ വയ്ക്കുന്ന അനുഭവം വിദൂരമല്ല. ഇന്ത്യ സ്വതന്ത്രമായി ആദ്യ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പ്രതിപക്ഷ നേതാവിന്റെ പദവി കിട്ടിയത് ആ പാർട്ടിക്കായിരുന്നു. ആ പാർട്ടി അന്നു മുതൽ കാത്തുസൂക്ഷിക്കുന്ന ദേശീയ പാർട്ടി എന്ന പദവിയും ഏറെ വൈകാതെ നഷ്ടപ്പെടും. ഒരു പാർട്ടിക്ക് ദേശീയ പാർട്ടി എന്ന പദവി നിലനിർത്തണമെങ്കിൽ 3 കാര്യങ്ങളിൽ ഒന്ന് സംഭവിച്ചിരിക്കണം. ഒന്നുകിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 സംസ്ഥാനങ്ങളിൽ നിന്നും 4 സീറ്റും 6% വോട്ടും കിട്ടണം. CPMന് 4 സീറ്റ് ലോക്സഭയിൽ ഉണ്ടെങ്കിലും അത് 3 സംസ്ഥാനത്തു നിന്ന് മാത്രമാണ് എന്ന് മാത്രമല്ല 1.79% വോട്ട് മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അല്ലെങ്കിൽ 3 സ്റ്റേറ്റുകളിൽ നിന്നായി 2% ലോക്സഭാ സീറ്റുകൾ ലഭിക്കണം. അതല്ലെങ്കിൽ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പദവി ഉണ്ടാവണം. CPMന് ഇതൊന്നും സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയാണ്. ഒരു സംസ്ഥാനത്ത് പോലും അധികാരമില്ലാത്ത പാർട്ടിയായി CPIM മാറുകയാണ്. ബംഗാളിലും ത്രിപുരയിലും അധികാരം പണ്ടേ നഷ്ടപ്പെട്ടു. കേരളത്തിൽ കൂടി അധികാരമില്ലാതെ വരുന്നതോടെ CPMന് നഷ്ടപ്പെടാൻ പോകുന്നത് ദേശീയ പാർട്ടി പദവിയായിരിക്കും. അതിനൊപ്പമാണ് അണികൾ കൂട്ടത്തോടുകൂടി BJPയിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന മോഹഭംഗം. CPIM എന്ന രാഷ്ട്രീയ പാർട്ടി നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ദിനങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. ആ പാർട്ടി ഒഴിഞ്ഞുപോയാൽ അത്രയും നല്ലത് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരായിരിക്കും നമ്മുടെ ചുറ്റും ഉണ്ടാവുക.